ആശുപത്രിയുടെ ഇടനാഴികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക മണമായിരുന്നു. അന്ന് വൈകുന്നേരമാണ് ICU ഡ്യൂട്ടിയിലായിരുന്ന നേഴ്സ് ആര്യൻ മീരയെ ശ്രദ്ധിച്ചത്. ജനാലക്കരികിൽ പുറത്തെ ആകാശം നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി. അച്ഛന്റെ അസുഖം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. ആര്യൻ ഒരു കപ്പ് ചൂടുചായയുമായി അവളുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും മിണ്ടാതെ അത് അവൾക്ക് നീട്ടി. അവൾ അവനെ നോക്കി. ആ കണ്ണുകളിൽ ഒരു ചെറിയ അത്ഭുതമുണ്ടായിരുന്നു. ഇത് കുടിക്കൂ, എല്ലാം ശരിയാകും, അവൻ പതിയെ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അതൊരു ശീലമായി. ക്യാന്റീനിലെ ചെറിയ വെളിച്ചത്തിൽ അവർ കുറെ സംസാരിച്ചിരുന്നു. അച്ഛന്റെ അസുഖത്തെക്കുറിച്ചു മാത്രമല്ല, മഴയെക്കുറിച്ചും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെക്കുറിച്ചും. ആ വെളിച്ചത്തിൽ മീരയുടെ മുഖം കാണാൻ അവന് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ല മഴ. വരാന്തയിൽ നിൽക്കുന്ന മീരയുടെ അടുത്തേക്ക് അവൻ കുടയുമായി ചെന്നു. ആര്യൻ, ജോലി ചെയ്ത് മടുത്തോ? അവൾ ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മടുപ്പുകൾക്കിടയിലും മനോഹരമായ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതല്ലേ ജീവിതം. നീ വരുന്നതുവരെ എന്റെ ലോകം ഈ മരുന്നുകൾക്ക് ചുറ്റുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ മഴ പോലും ഒരുപാട് ഇഷ്ടമാണ്. അവർക്കിടയിൽ ചെറിയൊരു മൗനം പടർന്നു. അച്ഛന്റെ ഡിസ്ചാർജ് ദിവസമായിരുന്നു അന്ന്. ആശുപത്രിയുടെ ഗേറ്റിനപ്പുറം വണ്ടി കാത്തുനിൽക്കുമ്പോൾ മീര തിരിഞ്ഞു നോക്കി. ഒന്നും പറഞ്ഞില്ല, ഒരു ചെറിയ ചിരി മാത്രം. അവൾ അകലുന്നത് നോക്കി അവൻ നിന്നു. പോക്കറ്റിൽ കൈയിട്ടപ്പോൾ നേരത്തെ അവൾ തന്ന ഒരു ചെറിയ കുറിപ്പ് കിട്ടി. അതിൽ എഴുതിയിരുന്നു, വീണ്ടും കാണാം. മഴയുള്ള ഒരു വൈകുന്നേരം. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.